ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകളും സവിശേഷതകളും, ഇവരുടെ വിദ്യാഭ്യാസം, ഇവർക്ക് അനുയോജ്യമായ തൊഴിൽ മേഖല, വിജയസാധ്യതയുള്ള ബിസിനസ്, ഭാഗ്യ നമ്പർ, ഭാഗ്യദിക്ക്, ഭാഗ്യനിറം, സമ്പത്ത്, മറ്റു ഭാഗ്യാനുഭവങ്ങൾ, സ്വഭാവ സവിശേഷതകൾ തുടങ്ങി അവശ്യം അറിഞ്ഞിരിക്കേണ്ട സമസ്ത മേഖലകളും വിശാഖം നക്ഷത്രത്തിലെ 4 പാദങ്ങളിലും ജനിച്ചാലുള്ള പാദഫലങ്ങളും വിശാഖം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകളുടെ ഫലങ്ങളും ഉൾപ്പെടെ സമ്പൂർണ്ണ ഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. വിശാഖം നക്ഷത്രം ആദ്യ മുക്കാൽ ഭാഗം ശുക്രൻ്റെ ക്ഷേത്രമായ തുലാൻ രാശിയിലും അവസാന കാൽഭാഗം ചൊവ്വയുടെ ക്ഷേത്രമായ വൃശ്ചികം രാശിയിലുമാണ്. വ്യാഴദശയിലാണ് ഇവരുടെ ജനനം. 16 വർഷത്തെ വ്യാഴദശയിൽ ജന്മശിഷ്ടം കഴിഞ്ഞാൽ 19 വർഷം ശനി, 17 വർഷം ബുധൻ, 7 വർഷം കേതു, 20 വർഷം ശുക്രൻ, 6 വർഷം ആദിത്യൻ, 10 വർഷം ചന്ദ്രൻ, 7 വർഷം ചൊവ്വ, 18 വർഷം രാഹു എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ. അസുരഗണത്തിൽപ്പെടുന്ന ഇവരുടെ നക്ഷത്രാധിപൻ വ്യാഴമാണ്. ഇന്ദ്രാഗ്നി ആണ് ഇവരുടെ നക്ഷത്ര ദേവത. നക്ഷത്രാധിപനായ വ്യാഴവും തുലാൻ രാശിയുടെ അധിപൻ ശുക്രനും വൃശ്ചികൻ രാശിയുടെ അധിപൻ ചൊവ്വയും ചേർന്ന് വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ചൊവ്വയുടെയും സ്വരൂപ സവിശേഷതകൾ ഇവരിൽ കാണാൻ കഴിയും. വിശാഖം നക്ഷത്രക്കാർ ദൃഢനിശ്ചയമുള്ളവരും ആഗ്രഹിക്കുന്നത് സാധിക്കുവാനായി എല്ലാം അതിലേക്ക് സമർപ്പിക്കുന്നവരുമാണ്. ജീവിതത്തിൽ കൂടുതൽ സുഖം ലഭിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നു. ആഘോഷം, ആഡംബരം, പ്രണയം എന്നിവ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന പെരുമാറ്റ രീതിയാണ് ഇവരുടേത്. തീക്ഷ്ണവും സുന്ദരവുമായ കണ്ണുകളും ആകർഷണീയമായ രൂപപ്രകൃതിയുമാണ് ഇവർക്കുള്ളത്. വളരെ വിനീതരും ജനസമ്മതരും എപ്പോഴും സന്തോഷമുള്ളവരും ആയിരിക്കും ഇവർ. മധുരമാർന്ന ശബ്ദവും ആരോടും മോശപ്പെട്ട് സംസാരിക്കാത്ത പ്രകൃതവും ആയിരിക്കും ഇവർക്ക്. ഈശ്വരവിശ്വാസിയായ ഇവർ പരമ്പരാഗത കാര്യങ്ങളിൽ താല്പര്യം ഉള്ളവരാണ്. മറ്റുള്ളവരെ സ്വന്തം സഹോദരങ്ങളെപ്പോലെ സ്നേഹിക്കുന്നവരാണ് ഇവർ. ഉദാരഹൃദയരും തുറന്ന മനസ്സോടെ മറ്റുള്ളവരോട് പെരുമാറുന്നവരും ആണ്. എങ്കിലും കാര്യങ്ങൾ മറച്ചുവെച്ച് മറ്റുള്ളവരോട് വഴക്കിടുന്ന സ്വഭാവവും ഇവരിൽ കണ്ടുവരുന്നു. വിദ്യാഭ്യാസപരമായി ഇവരുടെ സാഹചര്യം വളരെ അനുകൂലമാണ്. കുട്ടിക്കാലത്ത് തന്നെ അറിവ് ലഭിക്കുക എന്നത് ഇവരുടെ ആവേശമാണ്. അതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുക എന്നത് ഇവർക്ക് ആയാസരഹിതമാണ്. പ്രായോഗിക ബുദ്ധിയും മേധാശക്തിയും ഇവരുടെ സവിശേഷതകളാണ്. ശാരീരികമായി കഠിനാധ്വാനം വേണ്ടിവരുന്ന ജോലിയേക്കാൾ മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും ചെയ്യേണ്ട ജോലികൾ ഇവർ ഇഷ്ടപ്പെടുന്നു. വളരെ വലിയ സൗഹൃദ വലയമായിരിക്കും ഇവരുടേത്. വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടുമുള്ള പെരുമാറ്റ രീതിയാണ് ഇതിന് കാരണം. ആർക്കെങ്കിലും ഇവരുടെ സഹായം ആവശ്യമെന്ന് കണ്ടാൽ ഉടൻ തന്നെ അവരുടെ രക്ഷയ്ക്കായി എത്തും. മറ്റൊരാൾക്ക് മോശപ്പെട്ടത് സംഭവിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. വട്ടമുഖവും നീതിബോധവും ഈശ്വരഭക്തിയും ഉള്ളവരായിരിക്കും. സാധുക്കളിൽ കരുണയുള്ളവർ ആണ്. വ്യാധി ചിന്ത സദാ ഇവരെ അലട്ടിയേക്കാം. ബാല്യത്തിൽ തന്നെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാഹചര്യം സംജാതമാകും. കർത്തവ്യബോധമുള്ള ഇവരിൽ ചിലർക്ക് വിഷയാസക്തി അധികമായി കാണുന്നു. ദൂരക്കാഴ്ചയിൽ അഹംഭാവികൾ എന്ന് തോന്നുന്ന ഇവർ അർഹിക്കുന്ന വിനയവും ബഹുമാനവും കാണിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തുന്നു. തനിക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ തിരിച്ചുപിടിക്കാൻ വിരുദ്ധർ ആണ് ഇവർ. ജീവിത പങ്കാളിക്ക് ഇവരിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയും. പുത്രന്മാർ മുഖേന മനോവിഷമം അനുഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിശാഖത്തിൻ്റെ 4ാം പാദമായ വൃശ്ചികം രാശിയിൽ ജനിക്കുന്നവർ വളരെ ഒതുങ്ങിക്കഴിയുന്നവരും മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരും ആയിരിക്കും.
ഇവർ കാര്യങ്ങളെ വിവേകബുദ്ധിയോടെ കാണുന്നു. ഇവർ നേരെ വാ നേരെ പോ എന്ന് ചിന്തിക്കുന്നു. എന്നാൽ ചിലർ വലിയ മുൻകോപികളും ധാരാളികളും ആയിരിക്കും. മാതാവിൽ നിന്നുള്ള അനുഭവം വിശാഖം നക്ഷത്രക്കാർക്ക് കുറവായിരിക്കും. പിതാവുമായി ആണെങ്കിൽ സാധാരണയായി ഇവർ അഭിപ്രായ ഭിന്നത വെച്ചു പുലർത്താറുണ്ട്. പൊതുവെ ഇവർ അച്ഛനമ്മമാരുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും കഴിയുവാൻ ആഗ്രഹിക്കാതെ സ്വതന്ത്രമായി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. സത്യസന്ധത, നീതിനിഷ്ഠ, വിശാല ഹൃദയത, വിശ്വസാഹോദര്യം ഈ വിശേഷ ഗുണങ്ങൾ ഇവരിൽ കണ്ടുവരുന്നു. സാമൂഹ്യക്ഷേമം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളുമായി ഇവർ സഹകരിക്കും. രാഷ്ട്രീയത്തിലും ഒരു കൈ നോക്കാവുന്നതാണ്. ഒരു ബിസിനസ് എന്നതിനെ അപേക്ഷിച്ച് ഒരു ജോലിക്ക് പോകുവാനാകും ഇവർക്ക് താൽപ്പര്യം. ഒരു സർക്കാർ ഉദ്യോഗം ലഭിക്കുവാനായി ഇവർ പരമാവധി പ്രയത്നിക്കും. അഥവാ ബിസിനസ് ആണെങ്കിൽ പോലും ഏതെങ്കിലും വിധത്തിൽ സർക്കാരുമായി സഹകരിക്കുന്ന മേഖല കണ്ടെത്തിയേക്കും. സാമ്പത്തികമായി ഇവർ വളരെ മെച്ചപ്പെട്ട സ്ഥിതിയിലായിരിക്കും. പെട്ടെന്നുള്ള ധനപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാം. സ്ത്രീ വിഷയത്തിൽ ഇവർ വളരെ അധികം ആസക്തി കാണിക്കുന്നവരാണ്. ഇത് ഇവരുടെ ആരോഗ്യത്തെ ബാധിക്കാൻ ഇടയാക്കിയേക്കും. ചിലർ പരസ്ത്രീ സേവയും മദ്യപാനവും പരമ രഹസ്യമായി സൂക്ഷിക്കും. വിശാഖം തുലാം രാശിയിൽ ജനിച്ചവർക്ക് ബന്ധപ്പെടാവുന്ന തൊഴിൽ മേഖലകൾ ചിട്ടി, ബാങ്കിങ്, ട്രാവൽ ഏജൻസി, ഷെയർ മാർക്കറ്റിംഗ്, ഊഹക്കച്ചവടം, കരംപിരിവ്, കെട്ടിടം പണി, സിനിമ, നാടകം, ന്യായാധിപൻ, അക്കൗണ്ടൻറ്റ്, അധ്യാപകൻ എന്നിവയും സുഗന്ധദ്രവ്യങ്ങൾ, ചെറുപയർ, ഉഴുന്ന്, കടല, പരുത്തി, ചുവന്ന പുഷ്പങ്ങൾ എന്നിവയുമായുള്ള ഫലത്തോട്ടങ്ങളും ആകാം. വിശാഖം വൃശ്ചികം രാശിയിൽ ജനിക്കുന്നവർക്ക് ബന്ധപ്പെടാവുന്ന തൊഴിൽ മേഖലകൾ ന്യായാധിപൻ, ക്രിമിനൽ വക്കീൽ, ഔഷധ നിർമ്മാണം, കൃഷി, എസ്റ്റേറ്റ്, ചൂതാട്ടം, ഷെയർ, കുതിരപ്പന്തയം, തുറമുഖം, ആയുർവേദ മരുന്നുകൾ എന്നിവ ഗുണകരമാണ്. മൂത്രാശയ രോഗങ്ങൾ, ജനനാവയവ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, മുഴകൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻസ്, ക്രമമല്ലാത്ത ആർത്തവം, ഗർഭാശയത്തിൽ മുഴ, മൂത്രാശയക്കല്ല് എന്നിങ്ങനെയുള്ള രോഗങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിശാഖം നക്ഷത്ര ജാതകരായ സ്ത്രീകൾ പൊതുവെ സുന്ദരികളും സുശീലകളും അടക്കവും ഒതുക്കവും ഉള്ളവരും ആയിരിക്കും. ഇവർക്ക് ആഡംബര ഭ്രമവും ആഭരണ ഭ്രമവും കുറവായിരിക്കും. കുലീനരായ ഇവർ തികഞ്ഞ ഈശ്വരവിശ്വാസിയും ആയിരിക്കും. വിശാഖം നക്ഷത്രക്കാർ ജീവിത പങ്കാളിയെയും കുട്ടികളെയും വളരെയധികം സ്നേഹിക്കുന്നവരും അവരോടൊത്ത് കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നവരും ആണ്. അണുകുടുംബം എന്നതിനപ്പുറം കൂട്ടുകുടുംബത്തിൽ ജീവിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു. ഇവർ കുടുംബവുമായി വളരെയധികം അടുപ്പം കാത്തുസൂക്ഷിക്കുന്നവരും കുടുംബത്തെ സംരക്ഷിക്കുവാൻ താല്പര്യവും അറിവും ഉള്ള വ്യക്തികളും ആയിരിക്കും. വിശാഖം ഒന്നാം പാദത്തിൽ ജനിക്കുന്നവർക്ക് പൊതുവെ പൊക്കക്കുറവ് ആയിരിക്കും. ഇവരുടെ സമ്പർക്കം സജ്ജനങ്ങളോട് ആയിരിക്കും. ഉന്നതമായ സുഖാനുഭവം ഉണ്ടായിരിക്കും. വേഗത്തിൽ സംസാരിക്കുന്ന ഇവർക്ക് സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പിൽ ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വിശാഖം രണ്ടാം പാദത്തിൽ ജനിക്കുന്നവർക്ക് മുഖത്ത് മറുകുണ്ടായിരിക്കും. പിരിഞ്ഞ മാറിടം ആയിരിക്കും ഇവർക്ക്. ഇവർ മറ്റുള്ളവരാൽ ബഹുമാനിക്കുന്നവരും അറിവുള്ളവരും ആയിരിക്കും. വിശാഖം മൂന്നാം പാദത്തിൽ ജനിക്കുന്നവർ ബുദ്ധിമാന്മാർ ആയിരിക്കും. ഇവർക്ക് മാതാവിൻ്റെ സമ്പത്ത് അനുഭവയോഗ്യമാകും. ഇവർ സമ്പന്നരും കൃഷിഭൂമിക്ക് ഉടമയും ആയിരിക്കും. ഇവർക്ക് തോളത്ത് മറുകുണ്ടാകും. ഇവർ വലിയ വേദാന്തിയും സത്യത്തിന് നിരക്കാത്തതിനെ അനുകൂലിക്കാത്തവരും ആണ്. വിശാഖം നാലാം പാദത്തിൽ ജനിക്കുന്നവർ വലിപ്പമേറിയ ശിരസ്സും ഉയർന്ന തോളും ശരീരകാന്തിയും ഉള്ളവരാണ്. ഇവർക്ക് നല്ല പൊതുവിജ്ഞാനവും കലയിലും ശാസ്ത്രത്തിലും അറിവുള്ളവരും കർമ്മശേഷിയുള്ളവരും ആയിരിക്കും. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വട്ടമുഖമുള്ളവരും സുന്ദരികളും ആയിരിക്കും. തികഞ്ഞ ഈശ്വരവിശ്വാസിയും ആചാരാനുഷ്ഠാനങ്ങളിൽ താല്പര്യമുള്ളവരും ആയിരിക്കും. മനഃശക്തി ഉള്ളവരും നീതിബോധത്തോടെ പെരുമാറുന്നവരും ആണ്. ആകർഷകമായ മുഖം ആയിരിക്കും ഇവരുടേത്. വശ്യമായ സംഭാഷണ ചാരുത കൊണ്ട് എല്ലാവരാലും ശ്രദ്ധിക്കപ്പെടും.
ഇവർക്ക് ഗുണവാനായ ഭർത്താവിനെ ലഭിക്കും. ഇവരുടെ പ്രണയം ആദർശാധിഷ്ഠിതമായിരിക്കും. ഉന്നത അധികാരങ്ങൾ കൈയാളുവാനുള്ള കാര്യപ്രാപ്തി ഇവർക്കുണ്ടായിരിക്കും. 18 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള കാലഘട്ടം വളരെ സ്ഫോടനാത്മകമായിരിക്കും. വിശാഖ നാളിൽ ജനിച്ചവർക്ക് അനുയോജ്യമായ മറ്റു തൊഴിൽ മേഖലകൾ പരിശോധിച്ചാൽ ഇന്ദ്രാഗ്നി ഇവരുടെ നക്ഷത്ര ദേവത ആയതിനാൽ സ്വർണ്ണ വ്യാപാരം, എക്സൈസ്, വിവര സാങ്കേതികവിദ്യ, സംഗീതം, തൊഴിൽ വകുപ്പ്, സ്വകാര്യ കമ്പനികളിലെ എക്സിക്യൂട്ടീവുകൾ, വാദ്യോപകരണങ്ങളുടെ പ്രവർത്തനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ശോഭിക്കുവാൻ കഴിയും. പെൺസിംഹം ഇവരുടെ മൃഗം ആയതിനാൽ സാമൂഹ്യ രാഷ്ട്രീയ നേതൃത്വം, നിയമം, ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ, പൊതുഭരണം, തിരഞ്ഞെടുപ്പ് എന്നീ മേഖലകളിലും ശോഭിക്കുവാൻ കഴിയുന്നതാണ്. വയ്യങ്കാവ് ഇവരുടെ വൃക്ഷം ആയതിനാൽ സഹകരണ സ്ഥാപനങ്ങൾ, പുഷ്പഫലവർഗ വ്യാപാരം, ജലവകുപ്പ്, ഡിസ്റ്റിലറി എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിലും ശോഭിക്കുവാൻ കഴിയുന്നതാണ്. ഇവരുടെ ഭാഗ്യ നമ്പർ 3-ഉം ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയും ഭാഗ്യനിറം സ്വർണ്ണവർണ്ണവും ഭാഗ്യദിക്ക് പടിഞ്ഞാറുമാണ്. ഭാഗ്യരത്നം പുഷ്യരാഗവും ഭാഗ്യദേവത അവതാര വിഷ്ണുവും ആണ്. ഇവയ്ക്ക് പ്രാധാന്യം നൽകിയാൽ ജീവിതത്തിൽ വിജയം നേടാനാകും. ഇവരുടെ നക്ഷത്രദേവത മന്ത്രമായ ഓം ഇന്ദ്രാഗ്നിഭ്യാം നമ എന്ന മന്ത്രം നിത്യവും 21 തവണ ജപിക്കുന്നത് ജീവിതത്തിൽ ഉയർച്ച ലഭിക്കുന്നതിനും ഗുണം ചെയ്യും. വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി നെയ്പായസം, തുളസിമാല, ചന്ദനക്കാപ്പ് എന്നിവ യഥാശക്തി നടത്തുന്നത് ഏറെ ഗുണകരമാണ്. കാർത്തിക, രോഹിണി, മകം, തൃക്കേട്ട, പൂരാടം, തിരുവോണം എന്നീ നക്ഷത്രങ്ങളും തിങ്കളാഴ്ചയും ഇവർക്ക് ശുഭകാര്യങ്ങൾക്ക് ഗുണകരമല്ല. കാർത്തിക ഇവർക്ക് വേദനക്ഷത്രം ആയതിനാൽ വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുമായുള്ള വിവാഹമോ കൂട്ടു ബിസിനസ്സോ ഇവർക്ക് അത്ര ശുഭകരമാകില്ല. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.